ഇന്നത്തേത് നമുക്കൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ. ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സ്വാദുള്ള ചമ്മന്തി. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും 1 കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും 3-4 വെളുത്തുള്ളിയും പിന്നെ എരിവിന് ആവശ്യമായ 3-4 വറ്റൽമുളകും 1 സവാള ചെറുതായി കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. തക്കാളി ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് വന്നാൽ മതി കേട്ടോ. ഇത് ഒരുപാട് വെന്ത് മുരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇത് ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ അതിൻ്റെ മിക്സർ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ചട്നിക്ക് പ്രത്യേക ടേസ്റ്റ് ആട്ടോ, ഉഴുന്നും കടലപ്പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ഇനി നമുക്കതൊന്ന് താളിച്ച് കൊടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക, 2 വറ്റൽമുളകും കറിവേപ്പിലയിട്ട് താളിച്ചെടുക്കുക. അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതിനൊപ്പം ഓട്ടദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നീർദോശ എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 3 കയ്യിൽ അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സർ ജാറിലേക്ക് 3-4 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും പിന്നെ കുറച്ച് കറിവേപ്പിലയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ടിത് ഈ അരിപ്പൊടിയുടെ കൂടെ കൂട്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ വെള്ളം ഒഴിക്കണം. നല്ല ലൂസായിട്ട് കിട്ടണം. ഏകദേശം ഇതാ അതുപോലെ ലൂസാക്കി എടുക്കാം. എന്നിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തടവിയ ശേഷം ഇത് നീട്ടി അങ്ങോട്ട് ഒഴിക്കുക. ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് നീർദോശ എന്ന് പറയുന്നത്. പിന്നെ നല്ല ഓട്ട വരുന്നുണ്ട്, ഓട്ടദോശ എന്നും പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ ദോശയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇതിൽ ആ ജീരകവും ഉള്ളിയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്വാദാണ്. അപ്പോൾ ഇതിനൊപ്പം ഈ ചമ്മന്തിയും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ കുറച്ച് തേങ്ങ ചമ്മന്തി ചട്നി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.